Good evening, everyone. Yes, എല്ലാരും എക്സാം കഴിഞ്ഞിട്ടിരിക്കുന്ന ഒരു സമയമല്ലേ. സോ +1 എക്സാം കഴിഞ്ഞ് വന്നിട്ട് ആ ഒരു ക്ഷീണത്തിൽ ആൻസേഴ്സ് ഒക്കെ എന്തൊക്കെയാണെന്ന് അറിയാനുള്ള ആകാംക്ഷയോടെ ഇരിക്കുകയാണ്. അപ്പൊ ടീച്ചറും എക്സാമിന് എന്തായിരുന്നു, നല്ല ആകാംക്ഷയോടെ എക്സാം കഴിയുന്നതിനും വരെ നല്ല ആകാംക്ഷയായിരുന്നു. എക്സാം കഴിഞ്ഞപ്പോ സന്തോഷം കൊണ്ട് ഇരിക്കാൻ പാടില്ലായിരുന്നു. കാരണം എന്താ, നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെയാണ് വന്നത്. സോ 90+ പഠിച്ച പിള്ളേർക്കൊക്കെ ഫുൾ മാർക്ക് അല്ലേ? ഞാൻ ഇന്ന് കുറെ പേരോടൊക്കെ ചോദിച്ചായിരുന്നു, മെസ്സേജ് അയച്ചൊക്കെ ചോദിച്ചായിരുന്നു. അപ്പൊ അവർ പറഞ്ഞു ഈസി ആയിരുന്നു, എളുപ്പമായിരുന്നു, എന്തായാലും നല്ല മാർക്ക് കിട്ടും, ഫുൾ മാർക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞവരുണ്ട്. അപ്പൊ നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഒന്ന് നോക്കിയാലോ? നമ്മൾ ഇതൊക്കെ തന്നെയാണ് എഴുതിയെന്നൊന്ന് നോക്കിയാലോ അല്ലേ? നോക്കാം, റെഡി അല്ലേ? ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു പതിവ് പോലെ നമുക്ക് വൈറ്റിൽ ബ്ലാക്ക് അല്ല, വൈറ്റിൽ പിങ്ക് ആയിരുന്നു. യെസ്, ഇത് നിങ്ങൾ കണ്ടു കഴിഞ്ഞ് തെറ്റിദ്ധരിക്കരുത് കേട്ടോ, ഇത് ഞാൻ കുട്ടിയുടെ മേടിച്ചതാണ് ആക്ച്വലി. യെസ്, അപ്പം അവരിങ്ങനെ എഴുതി നോക്കിയതാ എന്തൊക്കെയാണ് ശരിയാണോ തെറ്റാണെന്നുള്ളത്. അപ്പൊ എന്തായിരുന്നു നമ്മുടെ സംഭവം? ഇത്രയും സിമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ 90+ സ്റ്റുഡൻസിന് എല്ലാവർക്കും 60/60 മേടിക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ 90+ന്റെ ചരിത്രത്തിൽ തന്നെ. യെസ്, ആദ്യമായിട്ട്. ഓക്കെ, അപ്പൊ എന്താ ആൻസർ ഇൻ 6 questions from 1 to 8, each carries 3 scores. ഓക്കെ, അപ്പൊ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. So, if A and B are two sets such that A is a subset of B, then A union B is equal to, what is A union B? A union B is equal to B. ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത മോഡൽ എക്സാമിന്റെ മാരത്തോണിനും ക്ലാസ് ചാപ്റ്റർ എടുത്തപ്പോഴും ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ് ഏതാ? A is a subset of B, then A union B is equal to B. With example നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ് അല്ലേ? സോ സെറ്റ് ഒരു എക്സാമ്പിൾ, A is equal to set 1,2, B is equal to set 1,2,3. A is a subset of B, right? A is a subset of B. All the elements in A are in set B also. So A is a subset of B. A union B എടുത്താൽ എന്ത് വരും? A union B എടുത്താൽ the elements which are both in A and B. Set 1, 2, 3, which is the same set as that of the set B. So A union B is equal to B. With example, I think with the same example we have discussed this in the class. Yes, so that was the first question, 1 mark for sure. Write the set of all x such that x is a positive integer and x square less than 40 in the roster form. മാരത്തോണിന്റെ സമയത്ത് ഞാൻ പറഞ്ഞതാണ്, നമ്മൾ ചെയ്ത പ്രോബ്ലം എന്തായിരുന്നു? എക്സ് ഈസ് ആൻ ഇന്റിജർ ആൻഡ് എക്സ് സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 എന്ന ക്വസ്റ്റ്യൻ ആണ് നമ്മൾ മാരത്തോണിൽ ചെയ്തത്. അപ്പൊ മാരത്തോണിൽ ചെയ്തപ്പോൾ ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു, എന്താ പറഞ്ഞത്? എക്സ് ഈസ് ആൻ ഇന്റിജർ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഇന്റിജേഴ്സും നെഗറ്റീവ് ഇന്റിജേഴ്സും കൺസിഡർ ചെയ്യണം, വിട്ടുപോകരുത്. And here our question is x is a positive integer. So സ്വാഭാവികമായിട്ട് നമുക്ക് വരുന്ന ഒരു ഡൗട്ട് എന്തായിരിക്കും? യെസ്, ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. സോ എക്സ് സ്ക്വയർ ലെസ് ദാൻ 40, എക്സ് ഇസ് എ പോസിറ്റീവ് ഇന്റിജർ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഡൗട്ട് ഈസ് സീറോ ഉണ്ടോ ഇല്ലയോ. ഇതായിരിക്കും പലർക്കും എക്സാം ഹോളിൽ ഇരുന്നപ്പോൾ തോന്നി, സീറോ ഉണ്ടോ ഇല്ലയോ എന്നായിരിക്കും പലർക്കും തോന്നി. സീറോ ഉണ്ടോ? പോസിറ്റീവ് ഇന്റിജറിനകത്ത് സീറോ ഉണ്ടോ? സീറോ ഈസ് നൈദർ പോസിറ്റീവ് നോർ നെഗറ്റീവ്. ക്ലാസ്സിൽ ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. യെസ്, ഈ എക്സ് സ്ക്വയർ ലെസ് ദാൻ 4 എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ കാര്യമാണ്, സീറോ ഈസ് നൈദർ പോസിറ്റീവ് നോർ നെഗറ്റീവ്. നമ്മുടെ ക്ലാസ്സിൽ ശ്രദ്ധിച്ചവർക്കറിയാം, അങ്ങനെ പറഞ്ഞാണ് നൈദർ പോസിറ്റീവ് നോർ നെഗറ്റീവ്. സോ പോസിറ്റീവ് ഇന്റിജർ ഓൾവേസ് സ്റ്റാർട്ട്സ് ഫ്രം 1. സോ 1, 2, 3 etc. are positive integers. Zero is neither positive nor negative. നോൺ നെഗറ്റീവ് ഇന്റിജർ എന്ന് പറഞ്ഞാൽ സീറോ ഉണ്ടായിരിക്കും. നോൺ നെഗറ്റീവ്, നെഗറ്റീവ് അല്ലാത്തത് എല്ലാ ഇന്റിജേഴ്സും. സോ വിച്ച് ആർ ദ ഇന്റിജേഴ്സ്? പോസിറ്റീവ് ഇന്റിജേഴ്സ്, നെഗറ്റീവ് ഇന്റിജേഴ്സ് ആൻഡ് സീറോ കംപ്രൈസ് അവർ ഇന്റിജർ സെറ്റ്. സോ നോൺ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് അല്ലാത്തതല്ല, ഇറ്റ് ഇൻക്ലൂഡ്സ് ദ പോസിറ്റീവ് ഇന്റിജേഴ്സ് ആൻഡ് സീറോ. പോസിറ്റീവ് ഇന്റിജേഴ്സ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആയിട്ടുള്ള 1, 2, 3 etc. ദാറ്റ് ഈസ് അവർ നാച്ചുറൽ നമ്പേഴ്സ്. സോ 1, 2, 3 etc. അപ്പൊ ഇതിന്റെ സ്ക്വയർ ഷുഡ് ബി ലെസ് ദാൻ 40. 1 സ്ക്വയർ എത്രയാ? 1. 2 സ്ക്വയർ 4. 3 square 9. 4 square 16. 5 square 25. 6 square 36. 7 square 49, which is greater than 40. So this does not include in our set. Our set consists of the positive integers, but this is not our set because our set consists of positive integers and whose squares is less than 40. So each squares should be less than 40. So 36 is less than 40. So our numbers are, what will be our set in roster form? Set 1, 2, 3, 4, 5, 6. This is our set of all x, not x square. X square ആണ് 1, 4, 9, 16, 25, 36. We are writing in roster form, we are writing our set in set of all x. X ആണ് നമ്മുടെ elements. So x ഏതൊക്കെയാ? 1, 2, 3, 4, 5 and 6 are our elements. Now, third question.
Write all the subsets of set 2. മാരത്തോടെ ചെയ്തതാണ് സെറ്റ് എയുടെ സബ്സെറ്റ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി. സെറ്റ് എ ഉണ്ടായിരുന്നു, സെറ്റ് 5 ഉണ്ടായിരുന്നു, സെറ്റ് 1 സെറ്റ് എ ബി ഉണ്ടായിരുന്നു, സെറ്റ് 1 2 3 ഇത്രയും എക്സാമ്പിൾസ് നമ്മൾ മാരത്തോണിൽ ചെയ്തതാണ്. സോ അപ്പോൾ പറഞ്ഞ കാര്യമാണ്, when we are writing the subsets of a set we start with our empty set 5, empty set 5, then followed by a singleton set. Singleton set എന്ന് പറഞ്ഞാ സിംഗിൾ എലമെന്റ്സ്, ഒരു എലമെന്റ് വെച്ചിട്ടുള്ളേ. ഈ സെറ്റിൽ ഒരു എലമെന്റ് ഉണ്ട്, അതാണ് 2. ഇനി ഏതെങ്കിലും ഉണ്ടോ? ഇല്ല, കഴിഞ്ഞു. കാരണം സിംഗിൾട്ടൺ സെറ്റ് ആദ്യം empty set 0, starting from empty set which is 0, then set 5, set of 0 which is set of 0 elements which is 5, and set of 1 elements each which is set 2. ഇനി ഉണ്ടോ? ഇല്ല, കാരണം സെറ്റ് 2 ന്റെ ആണ് ചോദിച്ചിരിക്കുന്നത്. Now the second question, solve 3 into 1 minus x. എഴുതാവേ, solve, let's solve 3 into 1 minus x less than 2 into x plus 4. 3 into 1 minus x less than 2 into x plus 4. Also represent the solutions on number line. ഞാൻ പറഞ്ഞിരുന്നു ലീനിയർ ഇനിക്വാലിറ്റീസ് ആകെ ചോദിക്കുന്ന ചോദ്യം ഇതാണ്. 3 മാർക്കിന്റെ ക്വസ്റ്റിന് ആകെ ചോദിക്കുന്ന ചോദ്യം ഇതാണ്. ആകെ രണ്ട് കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ ഓർത്ത് വെക്കേണ്ടുള്ളൂ. ഒന്ന്, ഇനിക്വാലിറ്റി പഠിക്കുമ്പോൾ നെഗറ്റീവ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇനിക്വാലിറ്റിയുടെ സൈൻ ചേഞ്ച് ചെയ്യും. ആൻഡ് നമ്പർ ലൈൻ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഓപ്പൺ ഇന്റർവെൽ എങ്ങനെ വരുന്നു, ക്ലോസ്ഡ് ഇന്റർവെൽ എങ്ങനെ വരുന്നു, രണ്ടും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. സോ ആ ഒറ്റ കാര്യം അറിഞ്ഞിരുന്ന എല്ലാവർക്കും 3 മാർക്ക് ഷുവർ ആയിട്ട് കിട്ടി. സോ ലെറ്റ്സ് ഓപ്പൺ ദി ബ്രാക്കറ്റ്. 3 minus 3x less than 2x plus 8. എന്ത് ചെയ്യാം? 3നെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവാ, -3നെ 2x സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പഠിക്കാം. ഓക്കെ, സോ -3x less than 2x plus 8. Plus 3 in the left hand side will become -3 in the right hand side. Plus minus out, minus plus out, multiplication division out, division will become multiplication. These are the main things which we have learned in class 8 linear equations in one variable പഠിച്ചതാണ് അത്. Okay, so എന്ത് വരും? -3x less than 2x plus 8 minus 3. 8 minus 3 is 5. Now നമുക്ക് വേണ്ടത് x ആണ്. So എന്ത് ചെയ്യാം? 2x നെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോകണം. 2x നെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുപോകുമ്പോൾ എന്താവും? -2x ആവും. -3x minus 2x less than 5 എന്നാവും. -3x minus 2x is -5x less than 5, or we can say എന്ത് പറയാം? -5x less than 5 എന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ എന്ത് പറയാം? അടുത്ത സ്റ്റെപ്പിലാണ് ട്വിസ്റ്റ്. സ്വാഭാവികമായിട്ട് എല്ലാരും ചെയ്തു വെക്കാൻ പോകുന്നത് എന്താ? -5നെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോയിട്ട് 5 divided by -5 ചെയ്തു വെക്കും. And you will get x less than -1, which is wrong. കാരണം എന്താ? ഒരു നെഗറ്റീവ് നമ്പറും കൊണ്ട് നമ്മുടെ ഇനിക്വാലിറ്റിയെ മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ്. ഇവിടെ ഏതാ നെഗറ്റീവ് നമ്പർ? -5x less than 5 എന്നാ. സോ നമ്മൾ എന്താ ചെയ്യുന്നത്? -1 by -5 കൊണ്ട്, അതായത് ഡിവൈഡ് ചെയ്യുകയാണ്. നമ്മൾ -5 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ 1 by -5 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണ്, ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും അല്ലേ. അപ്പോൾ ഒരു നെഗറ്റീവ് നമ്പറും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ what will happen? The sign of inequality will reverse. ലെസ് ദാൻ ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ ആവും, ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ ലെസ് ദാൻ ആവും, ലെസ് ദാൻ ഓർ ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ലെസ് ദാൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആവും, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആകും. യെസ് അല്ലേ? അപ്പം എന്താ സംഭവിക്കുന്നത്? x ലെസ് ദാൻ എന്നുള്ളത് മാറി x ഗ്രേറ്റർ ദാൻ 5 by -5. അപ്പൊ എന്താവും? x ഗ്രേറ്റർ ദാൻ x greater than 5 by -5, which implies x is greater than -1. So -1 നെക്കാട്ടിലും കൂടുതലാണ്, it is greater than -1. അപ്പോൾ നമ്പർ ലൈനിൽ വരയ്ക്കും x greater than -1 ആണ് നമ്മുടെ ഇക്വേഷൻ. So let's represent that on our number line. നമ്പർ ലൈനിൽ ആരൊക്കെയുണ്ട്? 0 ഉണ്ട്, -1, -2, -3 etc. up to -infinity, +1, +2, +3, +4 etc. up to infinity. So x is greater than -1. -1 എവിടെയാ? ഇവിടെ. ഗ്രേറ്റർ ദാൻ എന്ന് പറഞ്ഞാൽ എങ്ങോട്ടാ? ലെഫ്റ്റ് സൈഡ് ആണോ റൈറ്റ് സൈഡ് ആണോ? നമുക്കറിയാം ഇവിടെ ചെറിയ വാല്യൂസ് ആണ്, -3, -2 കൂടി 1 2 3 4 ഇൻഫിനിറ്റി വരെ. സോ ഫ്രം ലെഫ്റ്റ് സൈഡ് ടു റൈറ്റ് സൈഡ് our values of numbers are increasing. So greater than എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടായിരിക്കും, towards the right side. അപ്പം ഞാൻ പറഞ്ഞിരുന്നു പേനയും കൊണ്ടോ പെൻസിലും കൊണ്ടോ ഒക്കെ കളർ മാറ്റി കൊടുക്കണം. കളർ മാറ്റി. ഗ്രേറ്റർ ദാൻ -1 എന്ന് പറഞ്ഞാൽ -1 നെക്കാട്ടിലും കൂടുതൽ. വൺ മോർ തിങ്, ഇവിടെ എന്തിനാ ഒരു വട്ടം വരച്ചിരിക്കുന്നത്? ഞാനൊരു വട്ടം വരച്ചല്ലേ. ദിസ് ഇസ് വാട്ട് I have said earlier.
For open interval, we represent like this. For closed interval, open ചെയ്ത സാധനം കളർ ചെയ്ത് ക്ലോസ് ചെയ്തു. This is how we denote open interval and closed interval. എന്താണ് open interval, closed interval? Greater than ആണെങ്കിൽ open interval, greater than or equal to ആണെങ്കിൽ closed interval, less than ആണെങ്കിൽ open interval, less than or equal to ആണെങ്കിൽ closed interval. So equal to വരുവാണെങ്കിൽ -1 ഉം ഇൻക്ലൂഡ് ചെയ്യുവാണെങ്കിൽ it's included, which means it's closed. -1 ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലെങ്കിൽ it is open interval. So ഈ വട്ടം വരച്ചിട്ട് ഈ ആര വരയ്ക്കണമെന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു. ഇത് ഒരു തവണയെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ for sure you get that 3 mark. ഇതും നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. Then what was the next question? If ordered pair x plus 1 comma y minus 4 is equal to ordered pair 3 comma 7, then find the values of x and y. ഞാൻ ചാപ്റ്റർ എടുത്ത സമയത്തും പറഞ്ഞു, മാരത്തോണിന്റെ സമയത്തും പറഞ്ഞു, റിപ്പീറ്റ് അടിച്ച് വീണ്ടും മോഡൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്. ഒന്നെങ്കിൽ ഫ്രം ദ ചാപ്റ്റർ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ്, അല്ലെങ്കിൽ ഫ്രം ദ ചാപ്റ്റർ കോംപ്ലക്സ് നമ്പേഴ്സ്. ഈ ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലേ? ഈക്വൽ ആണെങ്കിൽ, ഒന്നിൽ രണ്ട് ഓർഡേർഡ് പേഴ്സ് ഈക്വൽ ആണെങ്കിൽ, അല്ലെങ്കിൽ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ഈക്വൽ ആണെങ്കിൽ ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എക്സ് ആൻഡ് വൈ എന്നും പറഞ്ഞ് എന്തായാലും ചോദിക്കും. റിപ്പീറ്റ് ആയിട്ട് സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആൻഡ് ഹിയർ ഈസ് ദാറ്റ് ക്വസ്റ്റ്യൻ. അപ്പം എന്താണ് വരുന്നത്? യെസ്, എക്സ് പ്ലസ് 1 ഓർഡേർഡ് പെയർ എക്സ് പ്ലസ് 1 കോമ ഓർഡേർഡ് പെയർ വൈ മൈനസ് 4 ഇസ് ഈക്വൽ ടു ഓർഡേർഡ് പെയർ 3,7 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ the corresponding first elements are equal and the corresponding second elements are equal, which means x plus 1 is equal to 3 and y minus 4 is equal to 7. X plus 1 is equal to 3 എന്ന് പറഞ്ഞാൽ what is the value of x? X is equal to 3 minus 1, which is 2, and y is equal to 7 plus 4. The sign will reverse. 7 plus 4, which is 11. So the value of x is 2 and the value of y is 11. Yes. Okay, infinity minus infinity to plus infinity is the yes real numbers in set ആണ്. Yes, ശ്രീഹ മോള് ക്ലാസ്സിൽ ഉണ്ടായിരുന്നാണോ അറിയത്തില്ല. സോ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു, എന്താ പറഞ്ഞത്? നമ്മൾ എപ്പോഴും റിയൽ നമ്പേഴ്സിന്റെ സെറ്റ് മാത്രമേ നമ്മൾ ഇന്റർവെൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്യത്തുള്ളൂ. ഇന്റിജേഴ്സിന്റെ സെറ്റ് ഒരിക്കലും നമ്മൾ ഇന്റർവെൽസ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാറില്ല. only the set of real numbers. Why? For example, closed interval 1 comma minus 3, sorry not 1 comma 3 minus 3, 1 comma yes 1 comma 3 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ക്ലോസ്ഡ് ഇന്റർവൽ. ഫോർ എക്സാമ്പിൾ ഐ ടേക്കിംഗ് മൈനസ് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റിയും റിയൽ നമ്പേഴ്സിന്റെ സെറ്റ് ആണ്. അത്ര ചോദിച്ചിട്ടുള്ളൂ, വേറെ ഒന്നും ചോദിച്ചിട്ടില്ലേ? സോ റിയൽ നമ്പേഴ്സ് മാത്രമേ നമ്മൾ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യത്തുള്ളൂ. ആൻഡ് ക്ലോസ്ഡ് ഇന്റർവൽ 1 to 3 എന്ന് പറഞ്ഞാൽ 1,3 1 മുതൽ 3 വരെയുള്ള എല്ലാ നമ്പേഴ്സും ഇൻക്ലൂഡിംഗ് 1 and 3, അതല്ലേ അതിന്റെ അർത്ഥം? സോ ഇൻക്ലൂഡിംഗ് 1 and 3, 1 മുതൽ 3 വരെ. ഈ 1 മുതൽ 3 വരെ ആരൊക്കെയുണ്ട്? 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. ഇത്രയും മാത്രമേ ഒരു കുഞ്ഞു കുട്ടി കാണത്തുള്ളൂ. നമ്മൾ കാണുമ്പോൾ എന്തൊക്കെ കാണും? നമ്മൾ കാണുമ്പോൾ 1.1 കാണും, 1.2 കാണും, √2 കാണും, യെസ് √2 കാണും, √3 കാണും, 2.5, 2.8, 2.7, ഇങ്ങനെ ഇൻഫിനിറ്റ് നമ്പേഴ്സ് ആർ ദേർ ബിറ്റ്വീൻ 1 and 3. സോ അതിനർത്ഥം എന്താ? റിയൽ നമ്പേഴ്സ് മാത്രമേ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. ബട്ട് വെൻ യു ആർ റൈറ്റിംഗ് ദ സെറ്റ് ഓഫ് ഇന്റിജേഴ്സ്, വി കൺസിഡർ ഇഫ് പോസിറ്റീവ് ഇന്റിജേഴ്സ് ആണെങ്കിൽ 1 കഴിഞ്ഞാൽ പിന്നെ 2 ഉള്ളൂ, 2 കഴിഞ്ഞാൽ 3 ഉള്ളൂ, അതിന്റെ ഇടയ്ക്കുള്ള ഒന്നുമില്ല. സോ നമുക്ക് ക്ലോസ്ഡ് ഇന്റർവൽ അല്ലെങ്കിൽ ഓപ്പൺ ഇന്റർവൽ ആയിട്ട് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. which means 1 മുതൽ 3 വരെയുള്ള എല്ലാ നമ്പേഴ്സും ഇൻക്ലൂഡിംഗ് ഡെസിമൽ നമ്പേഴ്സ്, റാഷണൽ നമ്പേഴ്സ്, ഇറാഷണൽ നമ്പേഴ്സ്, എവറിത്തിങ് which is a set of real numbers. അപ്പം ഇങ്ങനെ ഒരു റേഞ്ച് ആയിട്ട് മൈനസ് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി അല്ലെങ്കിൽ ഏതിനെങ്കിലും സെറ്റ് എഴുതുമ്പോൾ റിയൽ നമ്പേഴ്സിനെ മാത്രം നമ്മൾ എഴുതത്തുള്ളൂ. ഓക്കെ ഫൈൻ. ഓക്കെ, now you have got the value of x and y. Next question, the Cartesian product A cross A. കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് A cross A, ഈ ക്വസ്റ്റ്യൻ നമ്മൾ ക്ലാസ്സിൽ ചെയ്യിപ്പിച്ചതാ. ഈ ക്വസ്റ്റ്യൻ ചാപ്റ്റർ പഠിപ്പിച്ചപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യിപ്പിച്ച് പറഞ്ഞാണ് the same question ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, എന്താണ് ക്വസ്റ്റ്യൻ? The Cartesian product A cross A has 9 elements among which 2 elements are minus a, 0 and 0, a. Write A. Also find A cross A. അപ്പൊ അതാണ് ചോദ്യം അല്ലേ? സോ 90% ക്ലാസ്സിൽ ഉണ്ടായിരുന്നവർക്കൊക്കെ ഫുൾ മാർക്കാണ്. സോ ക്വസ്റ്റ്യൻ എന്താ? കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് A cross A has 9 elements. Number of elements in A cross A is equal to 9. A cross A യിലെ elements എത്രയുണ്ട്? 9 elements ഉണ്ട്. നമ്മൾ പഠിച്ചത് എന്താണ്? If there are n elements in a set A, sorry not n, if there are p elements in a set A and q elements in a set B, q elements in set B, ഒരു സെറ്റ് എയിൽ p എലമെന്റ്സും ഒരു സെറ്റ് ബിയിൽ q എലമെന്റ്സും ഉണ്ടെങ്കിൽ then the number of elements in A cross B is equal to PQ, P into Q.
number of elements in A into number of elements in B. So here in the place of A, നമുക്ക് ചോദിച്ചത് നമുക്ക് എന്താ A cross A ആണ് അല്ലേ? A യുടെ സ്ഥാനത്ത് A ആണ്, B യുടെ സ്ഥാനത്ത് A ആണ്. So it is the same set, Cartesian product of the same set. A തന്നെയാണ്, A എന്ന് പറയുന്ന ഒറ്റ സെറ്റിനെ അതുകൊണ്ട് തന്നെ നമ്മൾ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എടുക്കുകയാണ്. സോ A cross B എന്ന് പറയുന്ന സ്ഥാനത്ത് ഇവിടെ എന്താ n of A cross A is equal to P into P. എന്താ P into P? Number of elements in A is P, number of elements in A is P. So the first set and the second set is the same. So P into P, which is P square. So P square ന്റെ വാല്യൂ ആണ് n of A cross A ആണ് ഇവിടെ തന്നിരിക്കുന്നത്. എത്ര? 9 എന്ന് തന്നിരിക്കുന്നത്. So what is the value of P? P is equal to 3. Square root of 9, which is 3. അതായത് the number of elements in the set A is 3. First set A ആണ്, അതിൽ 3 elements. Second set നമ്മുടെ A തന്നെയാണ്, same set. So it has the same 3 elements. അപ്പം 3 elements ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. ഇനി എന്താ തന്നിരിക്കുന്നത്? 3 elements ആണ് നമ്മുടെ സെറ്റിൽ ഉള്ളതെന്ന് മനസ്സിലായി. സോ ആ എലമെന്റ്സ് ആരൊക്കെയാണെന്ന് ഇനി നമുക്ക് അറിയണം. കാർട്ടീഷ്യൻ പ്രോഡക്റ്റിലെ എലമെന്റ്സ് ആണ് ഈ തന്നിരിക്കുന്നത്. ഒരു കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എഴുതുമ്പോൾ എങ്ങനെ എഴുതുന്നേ? n of A cross എഴുതുമ്പോൾ എന്ത് ചെയ്യും? ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയാണ്. നമ്മളൊരു സെറ്റ് A is equal to set 1 2 ആണ്. എക്സാമ്പിൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ് മനസ്സിലാവാൻ വേണ്ടി. A is equal to set 1 2 ആണ് ആണല്ലോ. അപ്പം A cross എഴുതുമ്പോൾ എന്ത് എഴുതും? സെറ്റ് ഫോർ ഓർഡർ പെയർ 1 1 1 2. യെസ്, ആവശ്യമില്ലാത്ത കോമ ഇട്ട് വെക്കുന്നു. യെസ്, 1 2 2 1 and 2 2. ഇതാണ് നമ്മുടെ A cross അല്ലേ? അപ്പൊ ഇങ്ങനെ A cross എഴുതുമ്പോൾ അതിലെ 2 എലമെന്റ്സ് ആണ് തന്നിരിക്കുന്നത്. 1 2 2 1. ഫോർ എക്സാമ്പിൾ 1 2 2 1. അതുപോലെ A cross എഴുതിയപ്പോൾ കിട്ടിയ 2 എലമെന്റ്സ് ഏതൊക്കെ? A cross എഴുതിയപ്പോൾ കിട്ടിയ രണ്ടെണ്ണമാണ് -A0 and 0A. വേറെ കുറെ എലമെന്റ്സ് ഉണ്ട്, പക്ഷെ നമുക്ക് എഴുതിയപ്പോൾ കിട്ടിയത് ഈ രണ്ടെണ്ണമാണ്. എഴുതിയപ്പോൾ കിട്ടിയതല്ല, ഒരു ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് 2 എലമെന്റ്സ് -A0 0A ആണ്. അപ്പൊ ബാക്കി കണ്ടുപിടിക്കണം. ബാക്കി A എന്താണെന്ന സെറ്റ് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ഒരു കാര്യം അറിയാം, എയിൽ ആകെ 3 എലമെന്റ്സ് ആണ് ഉള്ളത്. അതിൽ ആ എലമെന്റ്സ് വെച്ച് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഒക്കെ എടുത്തപ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടി? ഇതിനകത്തെ 2 എണ്ണം. ഇപ്പൊ ഇതിനകത്ത് 1 2 2 1 എടുത്ത പോലെ നമ്മുടെ എയിൽ നിന്ന് -A0യും 0 1 എന്ന് പറഞ്ഞ 2 ഓർഡേർഡ് പെയർ തന്നിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് നമുക്ക് സെറ്റ് A കണ്ടുപിടിക്കണം. നോക്കിക്കേ, നമുക്കറിയാം A cross A എടുത്താൽ എന്താ? A cross A എടുത്തിട്ട് ഓർഡേർഡ് പെയർ എഴുതി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഫസ്റ്റ് ഓർഡേർഡ് പെയറിലെ ഫസ്റ്റ് എലമെന്റ് എന്ന് പറയുന്ന ഫസ്റ്റ് സെറ്റിൽ നിന്നും സെക്കൻഡ് എലമെന്റ് എന്ന് പറയുന്നത് എവിടുന്ന? സെക്കൻഡ് സെറ്റിൽ നിന്നാണ് അല്ലെ? ഇവിടെ ഫസ്റ്റ് സെറ്റ് എന്ന് പറയുന്നതും സെക്കൻഡ് സെറ്റ് എന്ന് പറയുന്നതും സെയിം സെറ്റ് ആണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് എലമെന്റ്സ് ആരൊക്കെയാ? -Aയും 0യും അല്ലെ? -Aയും 0യും ആണ് ഫസ്റ്റ് എലമെന്റ്സ്. ഫസ്റ്റ് എലമെന്റ്സ് ആർ ഫ്രം ദ ഫസ്റ്റ് സെറ്റ്. എയിൽ നിന്ന് ഫസ്റ്റ്, അപ്പൊ 2 എണ്ണം കിട്ടി. ഇനി സെക്കൻഡ് എലമെന്റ്സ് ആർ ഫ്രം ദ സെക്കൻഡ് സെറ്റ്. സോ സെക്കൻഡ് എലമെന്റ്സ് ഏതൊക്കെയാ? 0യും Aയും ആണ് സെക്കൻഡ് എലമെന്റ്സ്. സോ ഫസ്റ്റ് സെറ്റും സെക്കൻഡ് സെറ്റും സെയിം സെറ്റാ, A തന്നെയാ അല്ലെ? അപ്പൊ 0 എന്ന് പറയുന്നത് രണ്ടിടത്തും ഉണ്ട്. ഇപ്പൊ നോക്കിയേ, 1 2 2 1. ഫസ്റ്റ് സെറ്റും സെക്കൻഡ് സെറ്റും സെയിം ആയതുകൊണ്ട് എന്ത് സംഭവിച്ചു? സെയിം എലമെന്റ്. ഈ 1 2 എന്ന് പറയുന്നത് ഫസ്റ്റ് സെറ്റിൽ നിന്ന്, ഈ 2 ഈ 1 എന്ന് പറയുന്നത് സെക്കൻഡ് സെറ്റിൽ നിന്ന്. സോ നമുക്ക് സെറ്റ് എന്ത് കിട്ടി? സെറ്റ് A is equal to -A0A എന്ന് നമുക്ക് കിട്ടി അല്ലെ? -A0A എല്ലാം വായിച്ചേക്കാം. യെസ്, സെറ്റ് A is equal to set -A0A. ഫസ്റ്റ് എലമെന്റ്സ് ഓർഡേർഡ് പെയറിലെ ഫസ്റ്റ് കണ്ടുപിടിച്ചു, സെക്കൻഡ് എലമെന്റ്സ് സെക്കൻഡ് കണ്ടുപിടിച്ചു. പിന്നെ എന്താ ചോദിച്ചിരിക്കുന്നത്? then find A cross A. A cross A എത്രയാ? A cross A is equal to set -A0A cross set -A0A അല്ലേ? ഓരോ എലമെന്റ്സിനെ ഓരോ എലമെന്റ്സും കൊണ്ട് പെയർ ചെയ്യണം. നോക്കിയേ, ആദ്യം -A വെച്ചിട്ട് -A സെക്കൻഡ് വൺ 0, പിന്നെ -Aയുടെ കൂടെ ആരാ? -A. അത് കഴിഞ്ഞു. പിന്നെ ആരാ? 0യും കൊണ്ട് എല്ലാരെയും കൊണ്ട് പെയർ ചെയ്യണം. 0 -A 0 0 and 0A സെക്കൻഡ് വൺ. പിന്നെന്താ? ഇല്ല, കഴിഞ്ഞില്ല. ഇവിടെ ഒന്നും ബ്രാക്കറ്റ് ഇടരുത് കേട്ടോ. യെസ്, കോമ. പിന്നെ ആരെയാ? ലാസ്റ്റ് Aയും കൊണ്ട് A -A 0 and AA. So this is our Cartesian product A cross A. 9 elements ഉണ്ട്. 1 2 3 4 5 6 7 8 9. 9 elements ഉണ്ടെന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. So these are our 9 elements. അതിലെ രണ്ടെണ്ണം -A0യും 0Aയും. നോക്കിക്കേ, -A0യും 0Aയും 2 എലമെന്റ്സ് തന്നിരിക്കുന്നത്. ഇത് രണ്ടും വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിച്ചത്. Okay, that's clear, right? Next question. Find the number of arrangements of the letters of the word institute
how many of them begin with n? So നമ്മൾ ഈ ടൈപ്പ് പ്രോബ്ലം ഇഷ്ടം പോലെ ക്ലാസ് ചെയ്ത എന്താ പെർമ്യൂട്ടേഷൻ ആകെ മൂന്ന് ഇക്വേഷൻ ഉള്ളൂ. ആ 3 ഇക്വേഷനിൽ ഒരു ഇക്വേഷൻ ആണ് ഇത്. ഒന്ന് n raised to r when the number of elements can be repeated in the sense like number of permutations when the elements can be repeated at each position, not elements. Yes, repetition is allowed. ഇനി തന്നിരിക്കുന്ന ഒരു വേർഡിൽ ഒരു വാക്കിലെ ഓരോ എലമെന്റും ഡിസ്റ്റിങ്ക്ട് അല്ല എങ്കിൽ ഡിഫറെന്റ് അല്ല സെയിം എലമെന്റ്സ് വന്നിട്ടുണ്ടെങ്കിൽ the permutation is n factorial divided by p1 first element p1 factorial into p2 factorial into. So our model question ആണ് ഇത്. We have the word institute 1 2 3 4 5 6 7 8 9. So the word institute has 9 letters out of which the letter I repeat 2 times. I എത്ര തവണയുണ്ട്? I 2 times, then not 2, it's 2 times, then the letter t repeats 3 times. Okay, t repeats 3 times. ഇനി ഏതെങ്കിലും എലമെന്റ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. n ഒരു തവണ, s ഒരു തവണ, u, e everything 1 time. Okay, അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് find the number of arrangements of the letters of the word. So ഇതിന്റെ അറേഞ്ച്മെന്റ് എത്ര എണ്ണം ഉണ്ട്? So in total we have 9 letters. So 9 factorial divided by, out of which the letter I repeats 2 times and the letter T repeats 3 times. So this is the answer. Solve this and you will get the final answer. Now, what's the second part of the question? How many of them begin with N? N എന്ന് പറഞ്ഞ letter. So total 9 factorial divided by, I think 2 factorial into 3 factorial ഉണ്ട്. And how many of them begin with N? So n കൊണ്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഫസ്റ്റ് പൊസിഷനിൽ we have n. പിന്നെ ബാക്കി എത്ര പൊസിഷൻ ഉണ്ട്? We have 8 positions. n is a fixed ആണ് അവിടെ. പിന്നെ ബാക്കി 8 പൊസിഷൻസിൽ വരുന്ന ചേഞ്ചസ് മാത്രം നോക്കിയാൽ മതി. സോ 8 പൊസിഷനിൽ അവിടെ ഉണ്ട് എന്ത്? 2 times I and 3 times T. 3 times T. That's it. ഇത്രേ ഉള്ളൂ. So first out of 9 letters I is repeating 2 times, T is repeating 3 times. So 9 factorial divided by 2 factorial 3 factorial. Now here out of the 8 letters, കാരണം എന്താ first letter already fixed ആയി, n fixed ആയി, അതിൽ മാറ്റമൊന്നുമില്ല. ബാക്കി 8 ലെറ്റേഴ്സിന്റെ കാര്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചാൽ മതി. So out of that 8 letters, I is repeating 2 times and T is repeating 3 times. So this is the answer for the second part of the question. Now, so അത് കഴിഞ്ഞു. ഇനി എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ? If f is a function from r to r defined by f of x is equal to function തന്നിട്ടുണ്ട്, evaluate limit x tends to 0 f of x. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് 3 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടേ? 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ you have to find the left hand limit as well as the right hand limit. 1 മാർക്ക് ആണെങ്കിൽ just direct substitute ചെയ്യുക, കഴിഞ്ഞു. Okay, so left hand limit കണ്ടുപിടിക്കണം. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കഴിഞ്ഞ ഇക്വേഷൻ ഒക്കെ നിങ്ങൾക്ക് അറിയാം, ഓൾറെഡി എക്സാം എഴുതി കഴിഞ്ഞുകൊണ്ട് ഇക്വേഷൻ ഒക്കെ അറിയാം. ലിമിറ്റ് എന്താണ്? x tends to 0 minus f of a minus. So 0 minus വരും. 0 minus വരുമ്പോൾ you use the first equation അല്ലേ? 2x plus 3. അവിടെ x ന്റെ വാല്യൂ കൊണ്ട് ലിമിറ്റ് x tends to 0. So x ന്റെ വാല്യൂ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? 2 into 0 plus 3 which is left 3. Left hand limit is 3. Now right hand limit x tends to a plus. So 0 plus വരുമ്പോൾ greater than 0. 0 plus എന്ന് പറഞ്ഞാൽ greater than 0. Greater than 0 ആകുമ്പോൾ you will use the second equation. 3 into x plus 1. So x into 0 substitute ചെയ്യുമ്പോൾ 3 into 0 plus 1. 3 into 1 which is 3, which is the right hand limit. Therefore the left hand limit is equal to right hand limit, which means the limit exists at x is equal to 0 and hence the value of limit x tends to 0 f of x is at x is equal to 0. The limit value is equal to 3. Okay, ഇത് നമ്മൾ മാരത്തോണിനും ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. മോഡൽ ക്വസ്റ്റ്യൻ ഡിസ്കഷന്റെ സമയത്ത് സെയിം ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തു, സെയിം ക്വസ്റ്റ്യൻ. Okay, next one, the point ordered pair 057 lies in, ordered triplet 057 lies in. X coordinate 0 ആണ്, y coordinate z coordinate മാത്രമേ ഉള്ളൂ, which means the point lies in the yz plane. Y ഉം z ഉം മാത്രമേ ഉള്ളൂ, x is 0. So the point lies in yz plane. Now find the distance between. You can directly use the distance formula. ഈ ചാപ്റ്ററിൽ നിന്ന് ഞാൻ പറഞ്ഞു ഡിസ്റ്റൻസ് ഫോർമുല ഉള്ളൂ, ഏത് ഒക്ടന്റ് അല്ലെങ്കിൽ ഏത് പ്ലെയിനിലാണ് ഇരിക്കുന്നതെന്ന് ഒരു ചോദ്യമേ വരത്തുള്ളൂ. ദീസ് ക്വസ്റ്റ്യൻസ് വെർ ഷുവർ എന്ന് ഞാൻ പറഞ്ഞതാ. ഈ 3 മാർക്കേ ഉള്ളൂ എന്ന് പറഞ്ഞ് ലീനിയർ ഇൻഇക്വാലിറ്റീസ് ആൻഡ് ഇൻട്രൊഡക്ഷൻ ടു 3 ഡയമെൻഷണൽ ജോമെട്രി എന്ന് പറഞ്ഞ ചാപ്റ്റർ വീടല്ലേ അതിൻ്റെ അകത്ത് പഠിക്കാൻ ഇത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു വിട്ടതാണ്. only the distance formula and the plane in which a particular point lies. അപ്പോൾ നമ്മൾ സൈൻ വെച്ചിട്ട് അതിന്റെ ഒക്ടന്റ് കണ്ടുപിടിക്കുക, അതിന്റെ പ്ലെയിനും കണ്ടുപിടിക്കുക. ദാറ്റ്സ് ഇറ്റ്. സോ നോക്കിക്കേ, ഡിസ്റ്റൻസ് ഫോർമുല റൂട്ട് ഓഫ്
This is x1, y1, z1, and this is x2, y2, z2. Root of x2 minus x1 the whole square. ഇവിടെ പറ്റുന്നത് നമുക്ക് സംഭവിക്കുന്ന മിസ്റ്റേക്ക് എന്ന് പറയുന്നത് സൈൻ തമ്മിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ പ്ലസോ മൈനസോ മാറിപ്പോയാൽ യുവർ ആൻസർ വിൽ ഗെറ്റ് റോങ്. സോ പ്രോപ്പർ ആയിട്ട് ഈ ചാപ്റ്ററിൽ ചെയ്ത് പഠിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ, പ്രോപ്പർ മിസ്റ്റേക്സ് ഒന്നും വന്നിട്ടില്ല, പ്രോപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് ദ കറക്റ്റ് ആൻസർ ആൻഡ് ദ ഫുൾ മാർക്സ് ആസ് വെൽ. ഓക്കെ, അപ്പൊ എന്താ x2 minus x1 the whole square plus y2 minus y1. So here you have to listen, 4 minus minus 3 which is 4 plus 3 whole square plus z2 minus z1 the whole square. എന്ത് വരും? root of minus 2 minus 2 minus 4 minus 4 square is 16 plus 4 plus 3 is 7 7 square is 49 49 plus 3 plus 1 is 4 4 square is 16. So what will you get? root of 49 50 60 69 75 and it's 81 root 81 which is equal to 9 units. You have to write 9 units in the unit because they have asked the distance, so you should write a particular unit. Now the seventh question, if p of a is equal to 0.35, p of a intersection b is equal to 0.25, p of a union b is equal to 0.6, then find p of b and p of not b. We have the equation. Probability chapter in ഞാൻ പറഞ്ഞു, ഒന്നെങ്കിൽ കാർഡിന്റെ പ്രോബ്ലം ചോദിക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, കോമ്പിനേഷൻ വെച്ചിട്ട് ആ കമ്മിറ്റിയിൽ സെലക്ഷൻ നടത്തുന്ന ആ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ചോദിക്കും, അല്ലെങ്കിൽ ഡയറക്റ്റ് ഇക്വേഷന്റെ ആപ്ലിക്കേഷൻ വെച്ചിട്ട് ഞാൻ ചോദിക്കും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. എ യൂണിയൻ ബി ആൻഡ് കോംപ്ലിമെന്റിന്റെ ഇക്വേഷൻ നോട്ട് ബി. നോട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് കോംപ്ലിമെന്റ്. നോട്ട് ആണെങ്കിൽ പ്രോബിലിറ്റി എടുക്കുമ്പോൾ 1 മൈനസ് എന്ന് വരും. ഈ ഇക്വേഷനും പഠിച്ചിട്ട് പോകണം. പിന്നെ ഞാൻ പറഞ്ഞത് എക്സ്ക്ലൂസീവ് ആൻഡ് എക്സോസ്റ്റീവ്, അത് ചോദിച്ചിട്ടില്ല. But these were the main things that I have said in this chapter and that question is directly here. Okay, so എന്താ ചെയ്യണ്ടേ? P of A union B തന്നിട്ടുണ്ട്. P of A union B is equal to P of A plus P of B minus P of A intersection B. അല്ലേ? So values എല്ലാം തന്നിട്ടുണ്ട്. P of A union B is equal to 0.6 which is equal to P of A 0.35 plus P of B ആണ് കണ്ടുപിടിക്കേണ്ടത് minus P of A intersection B 0.25. So on solving you get the value of P of B as 0.35. Yes, yeah, 0.35, right? So എന്ത് വരും? 0.6 minus 0.35. What is 0.6 minus 0.35? I think it's 0.25. Yes, 0.25 plus 0.25 and you get 0.5 as P of B. Now what is P of not B? P of not B means P of B complement. P of not B, B അല്ലാത്തത് which is B complement, which is equal to 1 minus P of B. So we get 1 minus 0.5 which is again 0.5. So there also you get 3 marks. ഈ ഒരു equation substitute ചെയ്യുന്നതാണ് 3 marks. വെറുതെ 3 marks. Find the center and radius of the circle. X square plus y square plus 8x plus 10y minus 8 is equal to 0. Completing the square method. ഇത് നമ്മൾ മാരത്തോണിൽ ഡിസ്കസ് ചെയ്തതാണ്. I think the values are a bit different but the same model question. Completing the square വെച്ചിട്ട് സെന്ററും റേഡിയസും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട് എന്തായിരുന്നു? So our equation is x square plus y square plus 8x plus 10y minus 8 is equal to 0. So നമ്മൾ എന്ത് ചെയ്യണം? കംപ്ലീറ്റിംഗ് സ്ക്വയർ ചെയ്യാൻ വേണ്ടി സിമിലർ ടേംസ് ഒക്കെ ഒരുമിച്ച് എഴുതണം. സിമിലർ ടേംസ് ഏതൊക്കെയാ? എക്സ് സ്ക്വയർ പ്ലസ് 8x. നൗ ഒരു ഗ്യാപ്പ് ഇട്ട് എഴുതണം. നിങ്ങൾക്ക് എന്താണെന്ന് അറിയാം ഗ്യാപ്പ് ഇടുന്നത് എന്തിനാണ്. പ്ലസ് y സ്ക്വയർ പ്ലസ് 10y. കോൺസ്റ്റന്റ് റൈറ്റ് സൈഡ് എടുക്കും is equal to 8. എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? Our equation, general equation of a circle is x minus h the whole square plus y minus k the whole square is equal to r square. അപ്പോൾ ഈ ഒരു ഫോമിലാണ് നമുക്ക് വേണ്ടത്. And we know that the center is ordered pair h, k and the radius is r. So ഇതാണ് നമ്മുടെ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ, ഈ ഒരു ഫോമിൽ നമുക്ക് ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സെന്ററും റേഡിയസും എഴുതാം. So we have to change our given equation to this form. അത് നമ്മൾ എന്ത് ചെയ്യണം? Completing the square method. A minus b the whole square is equal to a square minus 2ab plus b square എന്നറിയാം. So a square minus 2ab plus b square എന്ന് പറഞ്ഞ സാധനം നമുക്ക് അവിടെ വേണം. So അതിനു വേണ്ടി we have to complete our square. So for that what do we do? നമുക്കറിയാം എന്തറിയാം? നമുക്ക് കുറെ കാര്യങ്ങൾ അറിയണ്ടേ? അതൊന്നും ഇവിടെ വേണ്ട, നമുക്ക് ആവശ്യമുള്ള കാര്യം മാത്രം മതി. Okay, a square plus 2ab plus b square ആണ് എന്ത്? a plus b the whole square. So in the place of 2ab we have 8x. In the place of a square we have x square. A square ന്റെ പ്ലേസിൽ x square ആണെങ്കിൽ which means in the place of a we have x. അപ്പോൾ എന്ത് എഴുതാം? 2xb is equal to 8x ആണല്ലോ. x ഉം പോയി
and 2, 4. So we get the value of B is equal to 4. B is equal to 4. അപ്പോൾ എന്ത് വരും? A square plus 2ab plus B square എന്നാണ് equation. A plus B the whole square is equal to A square plus 2ab plus B square. So 4 square is 16, and on the right hand side as well we have to add with 16. Why? Because always our equation should be balanced. So whatever you are doing on the left hand side, you have to do the same on the right hand side as well. So when you have added a 16 over the left hand side, you should add the same 16 on the right hand side as well. So same procedure for y square plus 10y. Y square plus 10y ക്ക് നമുക്ക് എന്താ same procedure ഉണ്ടല്ലേ? So എന്ത് വരും? Y square plus 10y. Y square plus 10y ആണ് ഉള്ളത്. ഇവിടെ എന്തോ വെച്ച് fill ചെയ്യണം. So in the place of a square we have y square. Therefore in the place of a we have y. Now in the place of 2ab we have 10y, which means in the place of 2yb we have 10y, right? In the place of a we have substituted y. Now y and y get cancelled, 2 upon 5. Okay, so the value of b is equal to 5, which means b square is equal to 5 square, which is 25. So you have to add 25 on the left hand side as well as on the right hand side. Left hand side as well as on the right hand side. Now here we have our equation. Yes, this is our equation. So how do we do this? Yes, x square plus 8x plus 16. What is x square plus 8x plus 16? X plus 16. 16 means 4. X plus 4 the whole square plus y plus 5 the whole square is equal to, what do we get on the right side? 8 plus 16 plus 25. 25, 35, 41, 49. So now our format is x minus h the whole square plus y minus k the whole square is equal to r square. So how can we write our equation? X minus 4 the whole square plus y minus 5 the whole square is equal to, what is 49? 7 square. So in the place of h we have minus 4, in the place of k we have minus 5, and in the place of r we have 7. So this is our center, ordered pair minus 4 comma minus 5, and our radius is 7 units. So that's what is asked in our question. Find the center and radius, and we have got the answer as well. Yes. So next question then. Answer any 6 questions from 9 to 16. Each carries 4 scores. So let u is equal to simple one. Let u is equal to set തന്നിട്ടുണ്ട്, set a is equal to തന്നിട്ടുണ്ട്, set b തന്നിട്ടുണ്ട്. A union b, elements which are common to both a and b as well as the elements in a and b. 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്. Done. A complement, elements which are not in a but in the universal set u. ഏതൊക്കെയുള്ളത്? 1 ഉണ്ടല്ലേ? 1, 2 ഇവിടെ ഉണ്ട്, 3 ഇവിടെ ഉണ്ട്, രണ്ടും വേണ്ട. 4, 5 and 6. Now what is b complement? Which are in u but not in b. 1 ഇല്ല, 2 ഉണ്ട്, 2 ഇല്ല, 3, 4, 5, then 6. This is b complement. Now verify that a union b whole complement. What is a union b whole complement? A union b whole complement is the elements which are in the universal set. Again in the universal set but not in a union b. Okay, a union b is set 2, 3, 4, 5. ബാക്കി എന്തൊക്കെയുണ്ട്? Set 1, 6. Now what is a complement? A complement 1, 4, 5, 6 intersection 1, 2, 6. Elements which are common to both 1, 4, 5, 6 and 1, 2, 6. ഏതൊക്കെയുണ്ട്? രണ്ടിലുള്ളത് ഏതൊക്കെയാ? 1, 6. You have to write the steps as well. Steps ഓടെ എഴുതണം കേട്ടോ. ഞാൻ ഫൈനൽ ആൻസർ നിങ്ങൾക്ക് ഓൾറെഡി അറിയാമെന്ന് പറഞ്ഞു. So this is how we prove this. Okay, let f is a function from r to r and g is a function from r to r defined by f of x എന്നിട്ടുണ്ട്, g of x എന്നിട്ടുണ്ട്. Find f plus g of x and f dot g of x. ഇത് നമ്മുടെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കൂ എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഐ തിങ്ക് ദി ഇക്വേഷൻ ഇസ് എ ബിറ്റ് ഡിഫറെന്റ് ബട്ട് വി ഹാവ് ഡിഡ് സിമിലർ ക്വസ്റ്റ്യൻ, സിമിലർ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്താ? എഫ് പ്ലസ് ജി, എഫ് മൈനസ് ജി, എഫ് ഇൻറ്റു ജി, എഫ് ഡിവൈഡഡ് ബൈ ജി. 2 ഫംഗ്ഷൻ തന്നിട്ട് ഈ 4 കണ്ടുപിടിക്കാൻ. ഐ തിങ്ക് എക്സും റൂട്ട് എക്സും വെച്ചിട്ടുള്ള സംഭവമായിരുന്നു. 2 ഫംഗ്ഷൻ വെച്ചിട്ട് നമ്മൾ ചെയ്തതായിരുന്നു. സോ അതിനെക്കാട്ടിലും ഫാർ ഈസിയർ ക്വസ്റ്റ്യൻ ആണ് ദിസ്. അത് ചെയ്തവർക്ക് ഇത് ചെയ്യാനൊന്നുമില്ല. സോ നമ്മൾ സിമിലർ ക്വസ്റ്റ്യൻ ഫോർ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആസ് വെൽ ആസ് ഡിവിഷൻ നമ്മളിവിടെ ക്ലാസ് ചെയ്ത. പിന്നെ ഫസ്റ്റ് ഇത് പറയണ്ടല്ലോ, യൂണിവേഴ്സൽ സെറ്റ്, എ കോംപ്ലിമെന്റ്, ബി കോംപ്ലിമെന്റ്, എ യൂണിയനൊക്കെ പഠിച്ച് തിരിച്ചും മറിച്ചും ഒക്കെ ഇഷ്ടംപോലെ പ്രോബ്ലംസ് ചെയ്തിട്ടുള്ള. ഇതൊക്കെ പലതവണ വി ഹാവ് പ്രൂവ്ഡ് ഡി മോർഗൻസ് ലോ. എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. ഡി മോർഗൻസ് ലോ എന്താണെങ്കിലും ചോദിക്കുന്നു പറഞ്ഞു. സോ ചോദിച്ചിട്ടുണ്ട്. നൗ ദിസ് ക്വസ്റ്റ്യൻ,
വെറുതെ ആഡ് ചെയ്യുക. രണ്ട് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. എഫ് പ്ലസ് ജി ഓഫ് എക്സ് എന്ത് വരും? എഫ് പ്ലസ് ജി ഓഫ് എക്സ് എക്സ് പ്ലസ് 1 പ്ലസ് 2x minus 3. What is x plus 2x? 3x. 1 minus 3 minus 2. So this is f plus g of x. Now f dot g of x multiply x into 2x, 2x square. Then x into minus 3, minus 3x. 2x into 1 plus 2x. 1 into minus 3, minus 3. So we get 2x square minus x minus 3. This is f dot x, fg dot x, f dot g into x. Yes, f dot g into x, the function f of x into the function g of x. 2x square minus x minus 3 is the answer. Now, മോഡുലസ് ഫംഗ്ഷൻ. മോഡുലസ് ഫംഗ്ഷന്റെ ഗ്രാഫ് ചോദിക്കുമെന്ന് ഞാൻ മാരത്തോണിന് പറഞ്ഞോളൂ. നമ്മൾ മോഡ് എക്സ് മൈനസ് 3 ചെയ്തു. പിന്നെ ഞാൻ പറഞ്ഞു ഗ്രാഫ്സ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, എസ്പെഷ്യലി ദ മോഡുലസ് ഫംഗ്ഷൻ. മോഡുലസ് ഫംഗ്ഷൻ വെച്ചിട്ട് പല 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 ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ബട്ട് ഫോർ യുവർ ലക്ക് എന്താണ് സിമ്പിൾ മോഡുലസ് ഫംഗ്ഷന്റെ ഗ്രാഫാ ചോദിച്ചത്. എങ്ങനെ ഇരിക്കുന്ന ഗ്രാഫ്? ഗ്രാഫ് ഇങ്ങനെ ഇരിക്കുന്നല്ലേ? Simplest graph of modulus function. Whether you give a positive number or whether you give a negative number, you get the same positive number. So, എന്ത് വരും? Domain and range. We know that the domain is a set of real numbers. Minus infinity to plus infinity വരെയുള്ള എല്ലാ ഡൊമൈൻ എന്ന് പറയുന്നത് എന്താ? നമ്മുടെ x values ആണ് ഡൊമൈൻ, y values ആണ് നമ്മുടെ range. Possible inputs. x ന് എന്തൊക്കെ സംഭവിക്കാം? മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി വരെയുള്ള ഏത് റിയൽ നമ്പർ നമുക്ക് കൊടുക്കാം. So, the domain is a set R. Now, what is the range? ഇങ്ങനെ വാല്യൂസ് കൊടുക്കുമ്പോൾ വൈയിൽ കിട്ടുന്നത്, വൈയിൽ എന്താ കിട്ടുന്നത്? 0 കിട്ടുന്നുണ്ട് അല്ലേ? പോസിറ്റീവ് നമ്പേഴ്സ് എല്ലാം കിട്ടുന്നുണ്ട്, എല്ലാം കിട്ടുന്നുണ്ട്. നെഗറ്റീവ് നമ്പേഴ്സ് കിട്ടുന്നുണ്ടോ? ഇല്ല. താഴോട്ട് പോകുന്നുണ്ടോ? ഇല്ല. സോ ഇൻക്ലൂഡിംഗ് 0 till the positive infinity we get. So this is our range. This is R for domain. Our range is closed interval 0, infinity. Always minus infinity plus infinity interval we put open interval, not closed interval. But including 0 we have the range which is from 0 to infinity. So this is our interval of range, closed interval 0 to infinity. Next question, I raised to minus 35. Either we can write in the power of 2 or in the power of 4. I raised to minus 35 നെ എങ്ങനെയൊക്കെ എഴുതാം? ഒന്നെങ്കിൽ എഴുതാം I square the whole raised to 34 means yes 30 16 70 70. Wait. It is I raised to minus 35, right? Yes. I raised to minus 35 ആണെങ്കിൽ എന്ത് സംഭവിക്കും? It is 1 by I raised to 35. 1 by I raised to 35 ആണ്. A raised അപ്പുറത്തെ പേജ് ചെയ്യാൻ കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണത്തില്ല. Okay, we have to find the value of I raised to minus 35. അല്ലേ? We know that A raised to minus m is equal to 1 by A raised to m. So എന്ത് വരും? 1 by I raised to 35. Now I raised to 35 നെ നമുക്ക് ഒന്നെങ്കിൽ I സ്ക്വയറിന്റെ പവറിൽ എഴുതാം, ഇല്ലെങ്കിൽ I raised to 4ന്റെ പവറിൽ എഴുതാം. I സ്ക്വയറിന്റെ പവറിൽ എഴുതിയാൽ എന്ത് വരും? minus 1 raised to വരും. I raised to 4ന്റെ പവറിൽ എഴുതിയാൽ 1 raised to വരും. The value of I square is minus 1. The value of I raised to 4 is 1. Now I സ്ക്വയറിന്റെ പവറിൽ എഴുതി നോക്കാം. എന്ത് വരും? I square the whole raised to 17 into I. എന്താ? A raised to m the whole raised to n is equal to A raised to m into n. അപ്പോൾ എന്ത് വരും? I square the whole raised to 17 is I raised to 2 into 17. I raised to 2 into 7 is equal to I raised to 34. നമുക്ക് വേണ്ട I raised to 35 ആണ്. Now A raised to m into A raised to n is equal to A raised to m plus n. അല്ലേ? A raised to m plus n. I raised to 34 into I. ഇതാണ് I. I is I raised to 1 which is equal to I raised to 34 plus 1 which is I raised to 35. Right. So ഇങ്ങനെ നമ്മൾ I സ്ക്വയറിന്റെ പവർ എഴുതി കഴിഞ്ഞിട്ട് ഇനി എന്താ ചെയ്യണ്ടേ? We know that the power of value of I square is minus 1. I square the value minus 1 ആണ്. Now minus 1 raised to 17 എന്നാണ്. Minus 1 raised to an odd number. 17 is an odd number. So എന്ത് വരും? 17 ഒരു odd number ആണെങ്കിൽ അതിനർത്ഥം എന്താണ്? Okay, odd number ആണെങ്കിൽ which means the negative sign is maintained there itself. അല്ലേ? ഒരു ഒരു നെഗറ്റീവ് നമ്പർ raised to even number ആണെങ്കിൽ it's positive. Negative number raised to odd number ആണെങ്കിൽ it is negative. So എന്ത് വരും? minus I വരും. Now minus 1, yes, minus 1 into I which is minus I എന്ന് നമുക്ക് വരും. Now I ഒരിക്കലും താഴെ കിടക്കാൻ പാടില്ല. So what do we do? നമ്മൾ കോംപ്ലക്സ് കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ with the numerator and the denominator and you get I into I divided by minus I into I which is I divided by minus of I into I is I square. The value of I square is minus 1. Minus of minus 1 is plus 1. So we get the final answer as I.
The value of I raised to minus 35 is I. Find the multiplicative inverse and conjugate of 1 plus I by 1 minus I. 1 plus I by 1 minus I വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരിക്കലും ഒരു കോംപ്ലക്സ് നമ്പറിനെ നമ്മൾ ഡിസ്റെസ്പെക്ട് ചെയ്യരുത്. താഴെ ഒരു I വന്നു കഴിഞ്ഞാൽ ഒരിക്കലും അതിനെ താഴെ കിടക്കാൻ അനുവദിക്കരുത്. നമ്മൾ എന്ത് ചെയ്യണം? ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും കോംപ്ലക്സ് കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ വാട്ട് ഡു വി ഗെറ്റ്? കോംപ്ലക്സ് കോൺജുഗേറ്റ് എന്താ? 1 plus I into 1 plus I. That is the conjugate of denominator. ഐക്ക് ഐയുടെ സൈൻ താഴെ, ഐയുടെ സൈൻ നെഗറ്റീവ് ആണെങ്കിൽ കോംപ്ലക്സ് കോൺജുഗേറ്റ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ആവും. ഐയുടെ സൈൻ പോസിറ്റീവ് ആണെങ്കിൽ കോംപ്ലക്സ് കോൺജുഗേറ്റ് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ആവും. സോ എന്ത് ചെയ്യും? 1 plus I കൊണ്ട് ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്തു. A plus B into A plus B. A plus B whole square. What is A plus B whole square? A square plus 2AB plus B square divided by A plus B into A minus B. A square minus B square. Now 1 plus 2I. I square, the value of I square is minus 1 divided by 1 minus the value of I square is minus 1. Minus of minus 1 is plus 1. So 1 minus 1 is 0 and we get 2I divided by 2 which is equal to I. This is the value of the function, the given function. The value of given function is this. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? ഈ ഫംഗ്ഷനാണ് നമ്മൾ എ പ്ലസ് ഐ ബി ഫോമിൽ എഴുതാൻ. ഇത് ഇനി ചോദിച്ചാൽ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുമെന്ന് ഞാൻ മാരത്തോണിൽ എടുത്ത് പറഞ്ഞതാ അല്ലേ? സോ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് വെച്ച് നമുക്ക് പ്രോബ്ലം ഉണ്ടായിരുന്നു. 1 by I. This is the multiplicative inverse. 1 by the given number is the multiplicative inverse of the number. Okay, Z inverse is equal to 1 by Z. അപ്പോൾ എന്ത് വരും? 1 by I. Again we have to multiply with the complex conjugate. 1 into minus I divided by I into minus I. Minus I divided by I into minus I. Minus I square. I square, okay. I square is minus 1. So minus of minus 1 is plus 1 and the value is minus I. This is the multiplicative inverse. Now, ഇനി എന്താ വേണ്ടേ? Conjugate. നമ്മുടെ നമ്പർ ഏതാ? നമ്മുടെ കോംപ്ലക്സ് നമ്പർ ഈസ് I. I ആണ് കോംപ്ലക്സ് നമ്പർ. Conjugate എന്ന് പറഞ്ഞാൽ എന്താ? Conjugate എന്ന് പറഞ്ഞാൽ ഐയുടെ സൈൻ പ്ലസ് ആണെങ്കിൽ മൈനസ് ഇടണം, ഐയുടെ സൈൻ മൈനസ് ആണെങ്കിൽ പ്ലസ് ഇടണം. ഐ എന്ന് വെച്ചാൽ എന്താ? 0 plus I ആ. 0 plus I ഐ. സോ ഐയുടെ സൈൻ പ്ലസ് ആണെങ്കിൽ ഇവിടെ മൈനസ് ഇടണം. സോ ദിസ് ഇസ് ദ കോംപ്ലക്സ് കോൺജുഗേറ്റ്. ഓക്കെ, സോ ദാറ്റ് ക്വസ്റ്റ്യൻ വാസ് ഓൾസോ വെരി സിമ്പിൾ. ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്നത് കോൺജുഗേറ്റ്, മോഡുലസ്, മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്, ഈ 3 സാധനമാണ് ചോദിക്കുന്നത് പറഞ്ഞു. ഇവിടെ നമ്മളോട് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സും പറഞ്ഞു, പിന്നെന്താ പറഞ്ഞേ? കോൺജുഗേറ്റും എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ദാറ്റ് വാസ് ഓൾസോ ഡൺ. നൗ 12 cards are drawn. ഇത് നമ്മൾ മാരത്തോണിന്റെ തലേ ദിവസം ചെയ്ത പ്രോബ്ലം. ഐ തിങ്ക് ഇറ്റ് വാസ് അബൌട്ട് ടു ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. സോ തലേ ദിവസം ചെയ്ത പ്രോബ്ലം സോ സിമ്പിൾ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, സെയിം ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ ചെയ്ത സെയിം ക്വസ്റ്റ്യൻ. 4 cards are drawn from a pack of 52 playing cards. In how many ways it can be done? So this is from the chapter combination, right? In how many ways it can be done? Selection ആണ്, so it is combination. Out of 52 cards, you can select 4 cards. You have to solve this. 52 factorial divided by 4 factorial into 52 minus 4 factorial, and you have to write the final answer. So out of 52, 4 cards are selected. So this is the way in which we can add 52C4. Now, in how many ways these 4 cards contain 2 red and 2 black? So 4 cards are നമ്മൾ select ചെയ്തത് അല്ലേ? 4 cards ഉണ്ട്. So 2 red and 2 black. Out of 52 cards, how many red cards and how many black cards are there? There are 26 red cards. Okay, 26 red cards and 26 black cards. Total 52 ൽ 26 red and 26 black ഉണ്ട്. ഇനി എത്ര റെഡും എത്ര ബ്ലാക്കും ആ? 2 റെഡും 2 ബ്ലാക്കും. Out of 26 red, 2 red. Out of 26 black, 2 black. ഇനി plus or into. It is into. Why? Out of 4 cards, for sure it should contain 2 red cards and for sure it should contain 2 black cards. അതായത് 2 red cards വേണം, 2 black cards വേണം, and 2 red cards and 2 black cards, which means for and we use multiplication, for or we use addition. ഈ same problem നമ്മുടെ ക്ലാസ്സിൽ ചെയ്യിപ്പിച്ചതാണ്. In the marathon as well. മാരത്തോണിൽ നമ്മൾ ഫൈനൽ മാരത്തോണിൽ ചെയ്യിപ്പിച്ച ക്വസ്റ്റ്യൻ ആണ്. സോ ഇത് നമ്മുടെ ക്ലാസ്സിലുണ്ടായ എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. Same question. Now, number of terms in the expansion of x minus 1 by x the whole raised to 4. Binomial theorem എന്ന് പറഞ്ഞ ചാപ്റ്റർ. യെസ്, അതിൽ 2 കാര്യം പഠിക്കാനുള്ളൂ. ഒന്ന് number of terms in the expansion. ഒന്ന് using the equation for binomial theorem expand. ആ 2 ക്വസ്റ്റ്യനും ആണ് ഈ കാണുന്നത്. ഈ 2 ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിൽ നിന്ന് പഠിക്കാനുള്ളൂ. Number of terms in the expansion of a plus b whole raised to n is n plus 1. So here we have x minus 1 by x the whole raised to 4, which means in the place of n we have 4. So number of terms is
4 plus 1 which is equal to 5. Now, next question, write the expansion. നമുക്ക് expand ചെയ്ത് നോക്കാം. എന്താ? X minus 1 by x the whole raised to 4. We know you have to write the equation a plus b whole raised to n is equal to NC0. You have that equation which you have already learned. Okay. Okay, hi Malayalam films. Okay. Now, x minus 1 by x whole raised to 4. How do we expand 1 by x the whole raised to 4? NC0 in the place of n we have 4, in the place of a we have x, in the place of b we have 1 by x. So 4c0 x raised to 4 minus, why minus, it is a minus b whole raised to n, so minus 4c1 x cube into 1 by x plus 4c2 x square into 1 by x square minus 4c3 x into 1 by x cube plus 4c4 1 by x raised to 4. We have to solve this in the sir. Sir. Ma'am. Okay, easy. 4c0 value അറിയാം എന്ത് 1 ആണ്. 4c1 is 4. 4c4 is also 1 and 4c3 is 4. അടുക്കത്തെ മാത്രം കണ്ടുപിടിച്ചാൽ മതി. I think it's 4 factorial divided by 2 factorial into 2 factorial. So 4 into 3 divided by, yes, it is 6. 6 into. Ini x square cancel out. And I think the value is x raised to 4 minus 4x square plus 6 minus 4 by x square plus 1 by x raised to 4. This is the final answer. Okay. You have to rearrange and write. Now, what's the next question? Yes. Expansion കഴിഞ്ഞു. Insert 3 numbers between. ഈ question നമ്മൾ മാരത്തോൺ ചെയ്തതാണ്. And you know something, ഈ സെയിം ക്വസ്റ്റ്യൻ നമ്മുടെ ക്യാപ്സ്യൂൾ നോട്ടിലുണ്ട്. സെയിം ക്വസ്റ്റ്യൻ മാരത്തോണിന് സിമിലർ ക്വസ്റ്റ്യൻ നമ്മൾ ഇതാണ്, നമ്പേഴ്സിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ബട്ട് ദ സെയിം ക്വസ്റ്റ്യൻ ഇസ് ദേർ ഇൻ आवर ക്യാപ്സ്യൂൾ നോട്ട്. ഞാൻ പറഞ്ഞിരുന്നു എക്സാമിന്റെ തലേദിവസം പറഞ്ഞിരുന്നു ക്യാപ്സ്യൂൾ നോട്ട് പഠിക്കാതെ പോകരുതേ എന്ന് പലതവണ ഞാൻ പറഞ്ഞിരുന്നു. ക്യാപ്സ്യൂൾ നോട്ട് തന്നെ ഐ തിങ്ക് around some 5-6 questions, I think same question from the capsule note. Even there is no difference in values 1 and 256 nadikku 3 numbers insert cheyannu parnja same question ningala capsule note kadappetta, you can go through that. Okay, so endu varum, we have our equation. And the equation, the last term is equal to first term into common ratio raised to n plus 1. So here in the place of b we have 256, in the place of a we have 1. Number of terms you have to insert is 3. Insert 3 numbers. So substitute 256 is equal to 1 into r raised to 3 plus 1, 4. So r raised to 4 is 256, which means r is equal to 4. So the common ratio is r. So first term is 1, last term is 256. We have to insert 3 numbers. So if the first term is a, the given sequence should be in, and the insert 3 numbers between 1 and 256, so that the resultant sequence is a GP. It should be a geometric progression. So the first term is a, then the second term is a into r, the third term is a into r square, the fourth term is a into r cube. So how do we write? First term a into r, 1 into 4 is 4. The third term is 1 into 4 into 4, 4 into 4 is 16, 16 into 4 is 64, 64 into 4 is 256. It is in GP and we have inserted 3 numbers in between 1 and 256. So next question. Find the coordinate of foci, vertices, eccentricity and length of lattice rectum of the hyperbola x square by 9 minus y square by 16 is equal to 1. Direct question. ഞാൻ പറഞ്ഞിരുന്നു ഹൈപ്പർബോള ഒക്കെ ചോദിക്കുന്നത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിച്ചിരിക്കുന്നത് എന്താ ഹൈപ്പർബോളയുടെ ഇക്വേഷൻ തന്നിട്ടുണ്ട് x square by 9 minus y square by 16 is equal to 1. ഇതാണ് ഹൈപ്പർബോളയുടെ ഇക്വേഷൻ. എന്തൊക്കെയാ വേണ്ടേ? കോർഡിനേറ്റ്സ് ഓഫ് ഓക്കെ. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഏതാണ്? മേജർ ആക്സിസ് ഈസ് along the transverse axis. കാരണം എന്താ? x square ആണ് ഫസ്റ്റ് വരുന്നതെങ്കിൽ മേജർ ആക്സിസ് is along the transverse axis. y square ആണ് ഫസ്റ്റ് വരുന്നതെങ്കിൽ മേജർ ആക്സിസ് is along the conjugate axis. So major axis along transverse axis ആണെങ്കിൽ in the place of a square we have 9, which means a is equal to root of 9, which is 3 plus or minus 3. In the place of b square we have 16, which means in the place of b we have 4. Now
C ആണെങ്കിൽ എന്ത് വരും? C square is equal to A square plus B square ആണല്ലോ. Therefore the value of C is equal to root of A square plus B square, which is root of 25, and that is equal to 5. ചോദിച്ചത് എന്താ? Coordinate of foci. Major axis is along the transverse axis. Yes, major axis is along the transverse axis. So focus will lie on the transverse axis, which is the x-axis. So x-axis കിടക്കുന്ന ഒരു പോയിന്റിന്റെ കോർഡിനേറ്റ് എന്താണ്? Plus or minus 5, 0. So this is the coordinate of foci. Now vertices. Vertices എന്ന് പറയുന്നത് A ആയിരിക്കും. A എന്താ? Plus or minus 3, 0. Now eccentricity. Eccentricity is equal to C by A. What is C? C is equal to 5, right? Eccentricity E is equal to C by A. 5 by, what is A? 5 by 3. For the case of hyperbola, the eccentricity is greater than what? C. 5 by 3 is greater than 1. Now next question. Next part. Length of lattice rectum. The equation for length of lattice rectum. 2b square divided by A. What is 2? What is b square? 16. 2 into 16 divided by, what is A? A the value 3. 32 divided by 3. Direct application of the equation. Direct application. Hyperbola question ചോദിച്ചിട്ട് it is direct application. Next question. A bag contains 9 discs. ഇത് നമ്മൾ ക്ലാസ് ചെയ്യിപ്പിച്ചാണ്. Same question നമ്മൾ ക്ലാസ് ചെയ്യിപ്പിച്ച. Same question. 9 discs of which 4 are red, 3 are blue, 2 are yellow. The discs are similar in shape and size. The disc is drawn at random from the bag. Calculate the probability. Probability calculate ചെയ്യുന്നത് എങ്ങനെയാ? Probability number of favorable outcomes divided by total number of outcomes. എത്ര red ഉണ്ട്? 4 red out of 9 discs. Now yellow, 2 yellow out of 9 discs. Blue, 3 blue out of 9 discs. എത്ര വരും? 1 by 3 വരും. Not blue. What is not blue? Not blue means, not blue is P of blue complement. അതായത് blue അല്ലാത്തത്. So which is 1 minus P of blue. 1 minus, what is P of blue? 1 by 3, which is 2 by 3. So 1 mark each. അവിടെ 4 മാർക്ക് for sure കിട്ടിക്കഴിഞ്ഞു. നമ്മുടെ ക്ലാസ്സിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. വിത്ത് സെയിം വാല്യൂസ് സെയിം ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്താണ്. 2 by 3. Next one. Answer any 3 questions from 17 to 20. Each carries 6 scores. Any 3 questions answer ചെയ്താൽ മതി. ഓൾമോസ്റ്റ് എല്ലാം നമ്മുടെ ക്ലാസ് ചെയ്തിട്ടുണ്ട്. So 25 degrees equal to dash radian. Degree to radian conversion. Radian വേണമെങ്കിൽ we know that pi should be here. Pi by 3, pi by 4, pi by 6, etc. So radian വേണമെങ്കിൽ in the numerator we should have this pi. So pi by 180 into 25. Common factor 5 കളയുക. We get എന്ത് കിട്ടും? 5 pi by 36. This is the radian measure conversion. Now find the value of sin 15 degree. നമ്മൾ ക്ലാസ്സിൽ മാരത്തോണിന്റെ സമയത്ത് cos 15 ഡിഗ്രിയുടെ വാല്യൂ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് ചെയ്തതാണ്. At the same time I told you sin 15 degree, cos 15 degree, tan 15 degree ഇങ്ങനെ പലതും ചോദിക്കാറുണ്ട്. So 15 degree ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അറിയാവുന്ന ആംഗിൾസിലേക്ക് കൺവേർട്ട് ചെയ്യണം. So അറിയാവുന്ന ആംഗിൾസ് ഏതൊക്കെയാ? Sin of 45 degree minus 30 degree. 45 minus 30 is 15. We know sin 45, we know sin 30, and you should know one more thing, which is the equation of sin of a minus b. What is sin of a minus b? Sin a cos b minus cos a sin b. Sin 45 into cos 30 minus cos 30 into sin 45. What do we get? Sin a cos b minus cos a sin b. So the answer is root 3 minus 1 by 2 root 2. This is the final answer. Denominator is same. Root 3 minus 1 by 2 root 2. Now prove that sin 3x plus sin 2x. ഈ പ്രൂഫ് നമ്മുടെ tan 4x വരുന്നതിന്റെ സെയിം ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞായിരുന്നു. ആകെ 3 സെറ്റേ പഠിക്കാനുള്ളൂ. 3 സെറ്റിൽ ഒന്ന് sin of a plus b, sin of a minus b, cos of a plus b, cos of a minus b. അതിൽ നമുക്ക് ഇവിടെ sin of a minus b യുടെ ആപ്ലിക്കേഷൻ വന്നു. Then I told the second സെറ്റിൽ എന്താ? sin c plus sin d, sin c minus sin d, cos c plus cos d, cos c minus sin d. നോക്ക് കിടക്കുന്നുണ്ടോ? sin c plus sin d, cos c plus cos d യുടെ ഇക്വേഷൻ അപ്ലൈ ചെയ്യേണ്ട സ്ഥലം കിടക്കുന്നത് കണ്ടോ? And one more thing I told. tan 2x, sin 2x, then cos 2x. പിന്നെ tan of x plus y, tan of x minus y. ഇത്രയും ഇക്വേഷൻസ് ആണ് മെയിൻ ആയിട്ട് പഠിച്ചിട്ട് പോകേണ്ടത്. വേറെ ഒന്നും നിങ്ങൾ ബോധർ ചെയ്യേണ്ട എന്ന് ഞാൻ പറഞ്ഞിരുന്നു. സോ നോക്ക്, ഞാൻ പറഞ്ഞതിൽ 2 സെറ്റിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് അല്ലേ? സോ നോക്കിക്കേ, sin c plus sin d. sin c plus sin d യുടെ ഇക്വേഷൻ എന്താ? 2 sin c plus d by 2. 3x plus x എത്രയാ? 4x divided by 2. 2x into cos c minus d by 2. Cos of c minus d. 3x minus x is 2x. 2x divided by 2 is x. Divided by cos c plus cos d. Cos c plus cos d. 2 cos c
plus d by 2, again 2x, into c minus d by 2, into cos c minus d by 2, cos x. 2 into 2 cancel, cos x cancel, sin 2x divided by cos 2x, which is equal to tan 2x. ഇതിനാണ് 3 marks question. Okay, next one. Find the equation of a line passing through the point. Point തന്നിട്ടുണ്ട്, സ്ലോപ്പ് തന്നിട്ടുണ്ട്. ഇക്വേഷൻ ചോദിച്ചാൽ ഇതിൽ കൂടുതൽ എന്ത് സൗഭാഗ്യമാണ് നമുക്ക് വേണ്ടത്? പോയിന്റ് സ്ലോപ്പ് ഫോം m is equal to y minus y naught by x minus x naught. ആകെ 4 ഫോമേ ഉള്ളൂ, അതിൽ 2 ഫോം ഇവിടെ ചോദിച്ചിട്ടുണ്ട്. സ്ട്രെയിറ്റ് ലൈൻ ചാപ്റ്ററിൽ നിന്ന് ഇക്വേഷൻ ഓഫ് എ ലൈനിൽ 4 ഫോമാ പറഞ്ഞിരുന്നത്. ഏതൊക്കെയാ? പോയിന്റും സ്ലോപ്പും, പിന്നെ 2 പോയിന്റ് ഫോം, പിന്നെ ഇന്റർസെപ്റ്റ് ഫോം അല്ലേ? സോ നോക്കിക്കേ, ഇന്റർസെപ്റ്റ് പോയിന്റ് സ്ലോപ്പ് ഫോമും 2 പോയിന്റ് ഫോമും ഇവിടെ ചോദിച്ചിട്ടുണ്ട്. സോ എന്ത് വരും? 1/2 is equal to y minus 3 by x plus 4. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? x plus 4 is equal to 2y minus 6 and x plus by plus c is equal to 0 ഫോമിൽ എഴുതുമ്പോൾ you get the answer as എന്ത് വരും? ആൻസർ, ഫൈനൽ ആൻസർ is x minus 2y plus 10 is equal to 0. So this is the answer for this question. X minus 2y plus 10 is equal to 0. Proper ആയിട്ട് right side left hand side ലോട്ട് എല്ലാം എടുക്കുമ്പോൾ. Now passing through the points, write the equation. 2 point form. 2 point formൽ എന്താ വരുന്നത്? y minus, ഇത് ഇവിടെ എഴുതാനായിട്ട് കേട്ടോ, നിൽക്കുന്നില്ല, അപ്പുറത്തെ സ്ലൈഡ് എഴുതാം. Yes, our equation is y minus y1 by x minus x1. Slope form y2 minus y1 by x2 minus x1. So എന്ത് വരും? x1 y1 ന്റെ സ്ഥാനത്ത് 1 minus 1 and x2 y2 ന്റെ സ്ഥാനത്ത് 3 5. Substitute, direct application. y minus y1 divided by x minus x1 is equal to y2 minus y1 divided by x2 minus x1. എന്ത് വരും? y plus 1 by x minus 1 is equal to 6/2, which is 3. So cross multiply ചെയ്യുക, എന്ത് വരും? y plus 1 is equal to 3x minus 3, which implies 3x minus y minus 4 is equal to 0, which is the equation of the second question. That's also done. Find the angle between the lines obtained in 1 and 2. So, രണ്ട് ലൈൻ ഉണ്ട്, രണ്ട് ലൈൻ തമ്മിലുള്ള ആംഗിൾ കണ്ടുപിടിക്കണമെങ്കിൽ we have our equation. എന്താണ് ഇക്വേഷൻ? tan theta is equal to m is equal to, the slope is equal to, yes, tan theta, രണ്ട് ലൈൻ തമ്മിലുള്ള ആംഗിൾ കണ്ടുപിടിക്കണമെങ്കിൽ when you know the slopes, m1 minus m2 divided by 1 plus m1 m2. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ സ്ലോപ്പ് എത്ര തന്നിരിക്കുന്നേ? സ്ലോപ്പ് 1/2 എന്ന് തന്നിട്ടുണ്ട്. ഫസ്റ്റ് വണ്ണിൽ സ്ലോപ്പ് 1/2 തന്നിട്ടുണ്ട്. സെക്കൻഡ് വണ്ണിൽ y2 minus y1 by x2 minus x1 ചെയ്യുമ്പോൾ 2 പോയിന്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ you get the slope as 3. ഇപ്പൊ നമ്മൾ ചെയ്തതേ ഉള്ളൂ. you get the slope as 3 3 divided by 1 plus 1/2 into 3. എന്ത് വരും? സോൾവ് ചെയ്യുമ്പോൾ 1 minus 2 into 3 is 6, right? So 1 minus 6 divided by 2 divided by എന്ത് വരും? 2 plus 3 divided by 2. 2 and 2 will get cancelled and you get modulus of minus 5 divided by 5, which is equal to 1. Modulus of minus 1, which is 1. So tan theta is equal to minus 1, which implies theta is equal to 45 degree or pi by 4. Tan theta 1 ആണെങ്കിൽ theta is equal to 45 degree or pi by 4. Next question. എന്ത് വരും? Find the derivative of tan x using first principle. ഞാൻ പറഞ്ഞിരുന്നു ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ട് എന്താണേലും ചോദിക്കും. എന്താ? sin x, cos x, tan x. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ട് ചോദിക്കും. അത് നമ്മൾ ക്ലാസ്സിൽ ഓൾറെഡി ഡെറിവേറ്റീവ് ചെയ്തതാണ്. ഒന്നുകൂടെ ചെയ്യണോ? Yes. Tan x. Our equation is limit h tends to 0 f of x plus h minus f of x divided by h. So this is our equation. In the place of x, we have to substitute x plus h. So tan x ആണ് tan of x plus h minus tan x divided by h വരും. h കോൺസ്റ്റന്റ് ആയിട്ട് തൽക്കാലം നമ്മൾ പുറത്തെടുത്തു. 1/h into limit h tends to 0 tan of x plus h നെ നമുക്ക് sin of x plus h divided by cos of x plus h എന്ന് എഴുതാം. അതുപോലെ തന്നെ tan x നെ sin x divided by cos x എന്ന് എഴുതാം. അല്ലേ? ഇനി എന്ത് ചെയ്യണം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. 1/h into limit h tends to 0 അല്ലെങ്കിൽ LCM എടുക്കുക. sin of x plus h into cos x. sin of x plus h into cos x minus sin x into cos of x plus h
divided by cos of x plus h into cos x. So numerator കാണാം sin a cos b minus cos a sin b. എന്താണ് sin a cos b minus cos a sin b എന്തുവാ? Sin a cos b minus cos a sin b is the expansion of sin of a minus b. എന്താണ്? Sin of a minus b. ഡിനോമിനേറ്ററിൽ എന്ത് വരും? cos of x plus h into cos x എന്ന് വരും. ആണല്ലോ? cos of x plus h into cos x എന്ന് വരും. ഇനി നമുക്കറിയാം, നമുക്ക് എന്തറിയാം? sin of x plus h minus x എന്ത് വരും? sin of h വരും. x and minus x. x minus x is equal to 0. So നമുക്ക് എന്ത് വരും? sin of h എന്ന് വരും. നമുക്ക് റിസൾട്ട് അറിയാം. ലിമിറ്റ് h tends to 0 sin h divided by h. ആ h എവിടെ കിടക്കുന്നത്? ലിമിറ്റ് h tends to 0 sin h divided by h അല്ലെങ്കിൽ sin x divided by x is equal to 1. റിമൈനിങ് എന്തുണ്ട്? ലിമിറ്റ് h tends to 0 1 by cos of x plus h into cos x. ലിമിറ്റ് വാല്യൂ അപ്ലൈ ചെയ്യുക. h ന് 0 ഇട്ട് കൊടുത്തു. 1 by cos square x. What is 1 by cos square x? 6 square x. So this is the value of derivative of tan x. Now next question. If y is equal to x sin x, find dy by dx. Product rule. x into sin x ആണ് ചോദിച്ചിരിക്കുന്നത്. Direct question. First into derivative of second plus second into derivative of first. So this is the answer. Just that. Product rule എഴുതുക. Values first എന്താ second എന്താന്ന് എഴുതുക. Substitute ചെയ്യുക and you get. Now the last question. Consider the following table. ഈ സെയിം ക്വസ്റ്റ്യൻ എക്സാമിന് കിടപ്പുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളോട് പഠിച്ചിട്ട് പോയപ്പം ഞാൻ എന്താ പറഞ്ഞിരുന്നത്? ഒന്നെങ്കിൽ മെയിൻ ആയിട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന മീൻ വേരിയൻസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓർ മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ അല്ലെങ്കിൽ വേരിയൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സോ ഇതിൽ മീൻ വേരിയൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇവിടെ കിടപ്പുണ്ട്. ഈ 3 ഇക്വേഷൻ വൃത്തിക്ക് പഠിച്ചിട്ട് പോകണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലേ? സോ മീനിന്റെ ഇക്വേഷൻ എന്താ? Mean equation x bar is equal to sigma xi fi divided by sigma fi. This is mean the equation. Now variance sigma square is equal to 1 by n അല്ലെങ്കിൽ 1 by sigma fi into sigma I is equal to 1 to n fi into xi minus x bar the whole square. ഇതാണ് വേരിയൻസിന്റെ ഇക്വേഷൻ. ഈ വാല്യൂ കിട്ടിയിട്ട് സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ you will get standard deviation ആൻസർ. സോ മീൻ വേരിയൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ക്ലാസ് ഫ്രീക്വൻസി തന്നിരിക്കുന്നത് 0 to 10 ഫ്രീക്വൻസി എഴുതാം. നമുക്ക് ഗിവൺ ഡാറ്റ 0 to 10, 10 to 20, 20 to 30, 30 to 40 and 40 to 50. ഇത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്. Now 5, 8, 15, 16, 6. 5, 8, 15, 16, 6. നമുക്ക് വേണ്ടത് സിഗ്മ xi fi divided by sigma fi. So what is sigma fi? ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? You will get 50, right? 50 നമുക്ക് വരും. Yes, sigma fi ചെയ്യുമ്പോൾ നമുക്ക് 50 വരും. Now xi എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? xi കണ്ടുപിടിക്കണമെങ്കിൽ ഈ തന്നിരിക്കുന്ന ക്ലാസിന്റെ തന്നിരിക്കുന്ന റേഞ്ച് 0 to 10, 10 to 20, 20 to 30 ഇതിന്റെ എല്ലാം മിഡ് വാല്യൂ ആണ് xi എന്ന് പറയുന്നത്. നമുക്ക് റേഞ്ച് തന്നാൽ ഇതിന്റെ മിഡ് വാല്യൂ ആണ് xi എന്ന് പറയുന്നത്. സോ 0 to 10 ആണെങ്കിൽ 5 വരും. 10 to 20 15, 25, 35 and 45. So this is the mid value. Now fi into xi, each values multiply ചെയ്യുക and you get 25, 120, 375, 560, 270. So on adding we get 1350. So x bar is equal to sigma xi fi divided by sigma fi. First part sigma xi fi എത്രയാ? 1350 divided by sigma fi is 50 and you get it's 27. The value of mean is 27. Now variance കണ്ടുപിടിക്കാൻ വേണ്ടി xi minus x bar whole square വേണ്ട. fi into xi minus x bar the whole square. So values എന്ത് വരും? 484, 144, 464, 324. This one will be 2420, 1152, 60, 1024, 1944 and the sum is 6600. So ഈ table ഇതുപോലെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ your answer is correct. Yes. Okay. So direct ആയിട്ട് equation substitute ചെയ്യുക. Variance ന്റെ equation substitute ചെയ്യുമ്പോൾ എന്ത് വരും? 1 by n is sigma fi. So 50. ഓണിൽ എന്ത് വരും? 6600. 6600 divided by 50 you get 132 and the standard deviation sigma is equal to root of 132.
which is equal to 11.48 and that's it. 80 മാർക്സിനുള്ളത് നമ്മൾ ചെയ്തു കഴിഞ്ഞു. സോ യെസ്, ഷോർട്ട് കട്ട് മെത്തേഡ് വേണ്ടവർക്ക് ഷോർട്ട് കട്ട് മെത്തേഡ് യൂസ് ചെയ്യാം. ബട്ട് ദിസ് നമ്മൾ ബേസിക് ആയിട്ട് പഠിച്ചിട്ട് പോയതാണ്. സോ നോക്കിക്ക്, ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കേ. ഞാൻ ഇന്ന് ക്ലാസ് കഴിഞ്ഞപ്പോൾ, എക്സാം കഴിഞ്ഞപ്പോൾ ഞാൻ കുട്ടികളോട് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ ആദ്യം കേട്ട റെസ്പോൺസ്, നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻസും വന്നു. എക്സാം ഹോളിൽ കയറുന്നിടം വരെ ടെൻഷൻ ഉണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോൾ ടെൻഷൻ മാറി. സാധാരണ കുട്ടികളൊക്കെ എങ്ങനെയാ പറയുന്നേ, എക്സാം ഹോളിൽ കയറുന്നിടം വരെ പരീക്ഷ ആ ഒരു മൂടില്ല. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി കഴിഞ്ഞപ്പോൾ തീർന്നു. ബട്ട് 90+ പഠിച്ചിട്ട് കുട്ടികൾ പറഞ്ഞെന്താ, ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോൾ ടെൻഷൻ പോയി എന്നാണ് പറഞ്ഞത്. സോ നമ്മൾ ക്ലാസ്സിൽ പഠിച്ച എല്ലാ ക്വസ്റ്റ്യൻസും ഓൾമോസ്റ്റ് നിങ്ങൾ ക്യാപ്സ്യൂൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വിതൗട്ട് ഈവൻ ചേഞ്ചിങ് ദ വാല്യൂസ്, സെയിം വാല്യൂസ് നിങ്ങളുടെ ക്യാപ്സ്യൂൾ നോട്ടിൽ, സെയിം വാല്യൂസ് ക്യാപ്സ്യൂൾ നോട്ടിൽ കിടപ്പുണ്ട്. സോ ക്യാപ്സ്യൂൾ നോട്ട്സ് പഠിച്ചിട്ട് നമ്മുടെ 90+ നോട്ട് വെച്ചിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് പോയവർക്ക് എല്ലാവർക്കും ഫുൾ 60/60 കിട്ടും. സോ ഐ ഗ്യാരണ്ടി ദാറ്റ്. സോ ഞാൻ ഹാപ്പിയാണ്, നിങ്ങൾ ഹാപ്പിയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇതുപോലെ അടുത്ത വർഷവും നമുക്ക് എന്ത് ചെയ്യാം, 90+ പഠിച്ചിട്ട് നല്ല മാർക്ക് വാങ്ങിക്കാം. അപ്പോൾ ഇത്ര നേരം കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. സോ താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. ബൈ.